മൂത്രമൊഴിച്ചിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ അത് ഇത് വനദൈവങ്ങളുടെ ഒരു സഞ്ചാരം ഉണ്ടെന്ന് ഞങ്ങളുടെ കാരണന്മാർ ഞങ്ങൾ ആദ്യം പഴയകാലം തൊട്ട് ഇങ്ങനെ അവരുടെ വഴിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്കിത് സംഭവിക്കുന്നതെന്നാണ് കാരണന്മാർ പറയുന്നത്. വഴി തെറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പേര് വീറപ്പൻ. നമ്മൾ ഈ കാട്ടിലൊക്കെ അസമയത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തെറ്റിപ്പോവും, നമുക്ക് വഴി തെറ്റിപ്പോവും എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അതായത് ഈ കൊടുമാനത്തിൽ കയറുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള കൊടുമാനം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഈ മേഖലയിൽ 1-2 സ്ഥലത്ത് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. വനദൈവങ്ങളുടെ ഒരു സഞ്ചാരം ഉണ്ടെന്ന് ഞങ്ങളുടെ കാരണന്മാർ ഞങ്ങൾ ആദ്യം പഴയകാലം തൊട്ട് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്കൊരു അറിവുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ഈ അവർക്ക് അവരുടെ സഞ്ചാര സമയങ്ങൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്കിത് സംഭവിക്കുന്നതെന്നാണ് കാരണന്മാർ പറയുന്നത്. അന്നേരം നമ്മളെ വഴി തെറ്റിച്ച് അവരുടെ വഴിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് തടസ്സമില്ലാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താ തോന്നുന്നത്? എല്ലാ വഴികളും ഒരുപോലെ തോന്നും. അന്നേരം നമ്മൾ നമ്മൾ ചെല്ലുന്ന വഴി ആ ഒരു വഴി ഇപ്പം നമ്മൾ ആദ്യം വന്ന വഴിയായിട്ട് തന്നെ നമുക്ക് തോന്നും. അത് ചിലപ്പം വലിയ കുഴിയിലേക്കായിരിക്കും ചെന്ന് ചാടുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെ ചെല്ലുന്നത് ഭൂരിപക്ഷം അപകടത്തിലേക്കേ ചെന്ന് പെടത്തുള്ളൂ. അങ്ങനെ അപകടത്തിൽ പെട്ടവരും ഉണ്ട്. നമ്മൾ മൂത്രമൊഴിച്ചിട്ട് മുഖം കഴുകും. മൂത്രമൊഴിച്ചിട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ അത് ഇത് നമ്മുടെ ഇത് മാറിപ്പോകും. അത് നമ്മുടെ കൺകെട്ടിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ കാരണന്മാർ പറഞ്ഞുള്ള അറിവുകൾ, എനിക്കുള്ള അറിവുകൾ അങ്ങനെയാണ്. എനിക്കത് അനുഭവമുണ്ട്. കാട്ടിൽ പോയിട്ട് അനുഭവമുണ്ട്. ഇപ്പം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേ സ്പോട്ടിൽ തന്നെ ഞാൻ വന്നിട്ടുമുണ്ട്. ഒറ്റയ്ക്ക് പോകുമ്പോഴാണോ അത് ആളുകളായിട്ട് പോകുമ്പോൾ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വഴി മാറിപ്പോകും. ഫ്രണ്ടിൽ പോകുന്നവൻ പോണ വഴിക്കല്ലേ പുറകിൽ പോകത്തുള്ളൂ. ഫ്രണ്ടിൽ പോകുന്നവൻ്റെ കണ്ണ് ഇരുട്ട് മാറിയപ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ് മുഖത്തേക്ക് വന്ന് പോയി കഴിഞ്ഞാണല്ല പിന്നെ അവൻ പോണ വഴിക്കേ നമ്മൾ പോകത്തുള്ളൂ. ഫ്രണ്ടിൽ പോകുന്നവൻ ഇറങ്ങി പോണ വഴിക്ക് അത് അങ്ങ് ചിലപ്പം ചെന്ന് വരക്കെട്ടിലേക്കായിരിക്കും ചെല്ലുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ രാത്രി സമയത്തേക്ക് നമ്മൾ ഒറ്റയ്ക്കൊക്കെ കാടിനകത്ത് പോയി എന്തെങ്കിലും ശബ്ദം കേട്ട് പേടിച്ച് കഴിഞ്ഞാൽ പേടി തട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പേടി തട്ടി കഴിഞ്ഞാൽ അത് പേടിച്ച് പോയാൽ പേടിച്ചത് തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയാല. കാരണം അതിനാണ് ഈ വനത്തിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ സാധാരണ ഈ ചലനങ്ങൾ ഞങ്ങളുടെ അതായത് ആദിവാസി മന്നാൻ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൽ കയറി കഴിഞ്ഞാൽ ഈ ചലനങ്ങൾ ശ്രദ്ധിക്കുവാണ്. എന്തിൻ്റെ ചലനം? ഒരു മൃഗം ചാടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. വലിയ മൃഗം ഒരു കൊപ്പൊടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് ഞങ്ങൾ ശ്രദ്ധിക്കും. മരത്താന്നാണോ വീണേ അതോ വേറെ വല്ല മൃഗങ്ങൾ ഓടിക്കുന്നതാണോ എന്നത് ശ്രദ്ധിച്ച് അതിന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ബോധ്യം വന്നതിന് ശേഷമേ ഞങ്ങളതിന് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ പോകത്തില്ല. അതാണല്ലോ ഞങ്ങൾക്ക് ഈ അപകടങ്ങൾ ഞങ്ങൾ ഒഴിവായി കുറേയൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് ജീവിച്ച് പോകുന്ന വനത്തിൽ. കാരണം ഈ ആനയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന ഓടിക്കുന്ന സൗണ്ടും ഈ അല്ലാതെ ചെറുമൃഗങ്ങൾ പോകുന്നതും ഓരോ മൃഗങ്ങളുടെ നടപ്പും ചലനങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.